ങ്ങളിൽ ദൈവത്തിനു മഹത്വം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കൃപയും സമാധാനവും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നാം ഇന്ന് കഴിഞ്ഞ തിരുവചന സന്ദേശത്തിൽ നാം ചിന്തിച്ചത് ക്രിസ്തുവേശുവിലൂടെയുള്ള പാപമോചനം എന്നുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതിൽ നമ്മൾ ക്രിസ്തുവേശുവിൻ്റെ ജനനം വരെയുള്ള കാര്യമാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. അത് കാലസമ്പൂർണത വന്നപ്പോൾ, അതായത് ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനമാണ് നമ്മൾ വായിച്ച് നിർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചു. ആ കാര്യമാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് ചിന്തിക്കുവാൻ പോകുന്നത്. അവിടെ നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ തിരുവചനം വായിക്കുകയാണ്. ആ തിരുവചനത്തിലൂടെ ആ തിരുവചന വായനയിലൂടെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുവാനും പോകുന്നത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവൾ, അതായത് മറിയ, ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കുവാനിരിക്കുക കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം എന്ന് പറഞ്ഞു. ഇത് മറിയയുടെ നിശ്ചയിക്കപ്പെട്ട ഭർത്താവ്, അതായത് ഭർത്താവ് വിവാഹം കഴിച്ചിട്ടില്ല, വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ ജോസഫിനോട് ദൈവത്തിൻ്റെ മാലാഖയായ, അത് ഗബ്രിയേൽ മാലാഖ അല്ലെങ്കിൽ ഗബ്രിയേൽ ദൂതൻ അറിയിക്കുന്ന ആ സന്ദേശമാണിത്. യോസഫിനോട്, അതായത് യേശുക്രിസ്തുവിൻ്റെ വളർത്തുപിതാവിനോട് അറിയിക്കുന്ന സന്ദേശമാണ്. അതായത് മറിയ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തിന്, അതായത് ക്രിസ്തു തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കുവാനിരിക്കുക കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ, അതായത് പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ, അതാണ് യേശു. യേശു എന്ന പദത്തിൻ്റെ അർത്ഥം, ആ പേരിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. വിമോചകൻ, വീണ്ടെടുപ്പുകാരൻ എന്നൊക്കെയാണ് ആ തിരുവചനത്തിൻ്റെ പേരിൻ്റെ അർത്ഥം, യേശു എന്ന പേരിൻ്റെ അർത്ഥം. അപ്പോൾ ഈ തിരുവചനത്തിൻ്റെ നിവൃത്തി എന്നത് നമ്മൾ നേരത്തെ വായിച്ചു, ഗലാത്യർ 4:4, കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. അതായത് യേശുക്രിസ്തുവിൻ്റെ പാപം നിമിത്തം, ആദാം പാപം ചെയ്ത നിമിത്തം ദൈവം കൊടുത്ത വാഗ്ദാനം, ആ വാഗ്ദാനത്തിൻ്റെ നിവൃത്തീകരണമാണ് കാലസമ്പൂർണത വന്നപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു സ്ത്രീയിൽ നിന്നും പൂജാതനായിരിക്കുന്നത്. ആ യേശു എന്നുള്ള പേരിട്ടത് മനുഷ്യനല്ല, പേരിട്ടത് ദൈവം തന്നെയാണ് ആ പേര് നിർദ്ദേശിച്ചത്. ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഗബ്രിയേൽ ദൂതൻ ഈ സന്ദേശം യോസഫിനോട് അറിയിക്കുന്നത്, യേശു എന്ന് പേരിടണമെന്ന് അറിയിക്കുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ. ഇനി ഇതിനകത്ത് ഈ കാര്യങ്ങൾ ഒരല്പം കൂടി നമ്മൾ ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് ഒരു വിചിന്തനം ചെയ്യുവാൻ, പൊരുൾ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്ത്രീയുടെ സന്തതിയായി വരികയും വേണം. കാരണം പാപമോചനം വരുത്തേണ്ടത് പാപരഹിതനായിരിക്കണം. അതായത് ഈ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സ്ത്രീയിൽ നിന്ന് ജനിച്ചു കഴിഞ്ഞാൽ അവൻ പാപരഹിതനാണ്. പുരുഷനിൽ നിന്ന് വരുമ്പോഴത്തേക്കാണ് DNA വരുന്നത്. സ്ത്രീയിൽ നിന്ന് DNA വരും, പക്ഷേ എന്നാലും അത് ഈ ദൈവത്തിൽ നിന്നാണ്. സ്ത്രീയുടെ ഗർഭപാത്രം മാത്രമാണ് ദൈവം ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. ഈ ദൈവം തന്നെത്താൻ താഴ്ത്തി തൻ്റെ എല്ലാ മഹത്വവുമായി എല്ലാം തീർത്ത് തന്നെത്താൻ ശൂന്യനാക്കി ഒരു അണ്ടരൂപത്തിൽ, അതായത് ഒരു അണ്ടത്തിൻ്റെ ഭ്രൂണം, അത് രണ്ടും കൂടി ചേരുമ്പോഴത്തേക്കല്ലേ ഉള്ളൂ. അപ്പോൾ ആ പൂർണ്ണ രൂപത്തിൽ ആ ഒരു ശിശുവിൻ്റെ ഒരു ജീവൻ്റെ പൂർണ്ണ തുടിപ്പിലാണ് മറിയയുടെ, അഥവാ കന്യകയായ മറിയയുടെ ഗർഭപാത്രത്തിൽ യേശു ഉരുവാകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. അത് 9 മാസവും 9 ദിവസവും 9 വിനായികയും കഴിഞ്ഞപ്പോൾ പ്രസവ സമയമായപ്പോൾ ആ ശിശുവിന് പരിപൂർണ വളർച്ചയെത്തി. ആ ശിശുവിനെ മറിയ പ്രസവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അത് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. അവൾക്ക് സമയമായപ്പോൾ അവൾ പ്രസവിച്ചു വഴി. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ധാരാളം 4-5 വീഡിയോ, 4-5 പല വീഡിയോകൾ അതിനു വേണ്ടി ആ ദൈവിക സന്ദേശങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ സ്ത്രീയുടെ സന്തതി, അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ അവർ പുരുഷൻ്റെ സന്തതിയായിട്ട് കഴിഞ്ഞാൽ പാപമുണ്ടാകും. ഈ ജന്മപാപം എന്നുള്ള ആ പാപമുണ്ട്, ആദാമിയ പാപം, DNA, ആ പാപമുണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സംഭവിച്ചത്. ദൈവത്താൽ തന്നെയുള്ള സൃഷ്ടിയായിട്ട്
തീർന്നിരിക്കുന്നത്. ദൈവത്താൽ തന്നെ ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ജനിക്കുവാൻ തക്കവണ്ണം അവതാരമെടുക്കുവാൻ അല്ലെങ്കിൽ ഉത്ഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അപ്പോൾ എങ്കിലേ അത് പാപപരിഹാരമാകത്തുള്ളൂ. കാര്യം പാപിയായ ഒരു മനുഷ്യന് പാപിയായ മറ്റൊരു മനുഷ്യൻ്റെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയത്തില്ല. യാഗമൃഗം ഊനമില്ലാത്തതായിരിക്കണം. നമ്മൾ പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ കൊടുത്തിരിക്കുന്ന 5 യാഗങ്ങളും ആ യാഗങ്ങളെല്ലാം വിശുദ്ധമായിരിക്കണം. അതിനൊന്നിനും ആ യാഗവസ്തുക്കളൊന്നും ഊനമുള്ളതായിരിക്കരുത്. എല്ലാം എല്ലാം ഊനമറ്റതായിരിക്കണം എന്നാണ് പ്രമാണം കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതെല്ലാം യേശുക്രിസ്തുവിൻ്റെ ശരീരയാഗത്തെ വരുവാനുള്ള ആ ഏകയാഗത്തെ കുറിക്കുന്നതാണ്. അതിൻ്റെ നിഴലാണ് അതെല്ലാം. ആ 5 യാഗങ്ങളും യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ ഈ യാഗത്തെ, കാൽവരി യാഗത്തെ കുറിക്കുന്ന നിഴലിൻ്റെ രൂപങ്ങൾ. അപ്പോൾ അത് അവിടെ അത്രയും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഊനമുള്ളതൊന്നും ദൈവത്തിന് അർപ്പിക്കരുത്. അപ്പോൾ അതുകൊണ്ട് പാപരഹിതനായിരിക്കണം. ആ പാപരഹിതനായിരിക്കുന്ന മനുഷ്യനില്ലാത്തത് കൊണ്ടാണ് ദൈവം തന്നെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചത്. കാര്യം മനുഷ്യവർഗം മുഴുവൻ പാപത്തിന് അടിമപ്പെട്ടു പോയി. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നുവെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ഏകം മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. അപ്പോൾ പിന്നെ ആ ഒരു അവസ്ഥയിൽ മനുഷ്യനെ കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം തന്നെ തൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യാവതാരമെടുത്ത് ജഡാവതാരമെടുത്ത് ഈ ഭൂമിയിൽ വസിച്ചത്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചപ്പോൾ അത് കണ്ടതാണ്. 1-ാം അധ്യായം 1-ും 2-ഉം തിരുവചനങ്ങളും 7-ാം തിരുവചനവും നമ്മൾ വായിച്ചപ്പോൾ കണ്ടതാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. കാലസമ്പൂർണത വന്നപ്പോൾ വചനം ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നുള്ള ആ തിരുവചനം നമ്മൾ വായിച്ച് നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അകൃത്യത്തിലും പാപത്തിലും സകല മനുഷ്യനും ജനിക്കുന്നു. അതായത് സകല മനുഷ്യനും ജനിക്കുന്നത് പാപത്തിലാണ് ജനിക്കുന്നത്. കാര്യം നമ്മൾ സങ്കീർത്തനം 51:5 നിരവധി വചനങ്ങളുണ്ട്. നമ്മൾ പുതിയ നിയമത്തിൽ എബ്രായ ലേഖനവും റോമാലേഖനവും ഒക്കെ ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതുപോലെ സുവിശേഷത്തിലൊക്കെ ഇത് പറയുന്നുണ്ട്. സകല മനുഷ്യനും പാപികളാണ്. അപ്പോൾ ആ പാപം അതിൽ നിന്ന് മോചിക്കാൻ ഇനിയിപ്പം മത്തായി എഴുതിയ സുവിശേഷം 1:20, ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:35, അങ്ങനെ പല തിരുവചനങ്ങൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ പാപത്തിലാണ് മനുഷ്യൻ ജയിക്കുന്നത്. അപ്പോൾ പാപമോചനം വരുത്തുവാൻ യോഗ്യനായവൻ ഒരുവനേ ഉള്ളൂ. അത് കർത്താവ് യേശുക്രിസ്തു മാത്രമാണ് എന്ന യാഥാർത്ഥ്യം ഏതൊരു വ്യക്തിയും ഇത് അംഗീകരിക്കണം. കാര്യം ഇത് ദൈവത്തിൻ്റെ വചനമാണ്, മനുഷ്യൻ്റെ വചനമല്ല, ദൈവത്തിൻ്റെ വചനം. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയായ സകല മനുഷ്യനും ഇത് അംഗീകരിക്കണം. അംഗീകരിക്കാത്തവൻ നിത്യന്യായവിധിയിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സുവിശേഷത്താൽ നിങ്ങളെ ന്യായം വിധിക്കുന്ന നാളിലെന്നാണ് അന്ത്യന്യായവിധിയെക്കുറിച്ച് പറയുന്നത്. സുവിശേഷത്താൽ നിങ്ങളെ ന്യായം വിധിക്കുന്ന നാൾ, അതായത് ഈ സുവിശേഷത്താലാണ് നിങ്ങളെ ന്യായം വിധിക്കുവാൻ പോകുന്നത്. കാര്യം ഈ സത്യസുവിശേഷം കേട്ടിട്ട് ഈ സത്യസുവിശേഷം അനുസരിച്ച് ഈ തിരുവചനം അനുസരിച്ച് ജീവിക്കാത്തവർക്ക് ഈ സത്യസുവിശേഷം അനുസരിച്ച് തന്നെ ന്യായവിധി ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനം, നിങ്ങളുടെ ഓരോരുത്തരുടെയും ന്യായവിധിയുടെ അടിസ്ഥാനം ഈ സുവിശേഷമായിരിക്കും. പ്രതിഫലത്തിനാണെങ്കിലും ശിക്ഷാവിധിക്കാണെങ്കിലും രണ്ടിൻ്റെയും ഈ പ്രമാണം ഈ സുവിശേഷപ്രകാരമാണ് ന്യായം വിധിക്കുന്നത്. രണ്ടിനും പ്രതിഫലം നൽകുവാനും ശിക്ഷ നൽകുവാനുമുള്ള പ്രമാണം അതിൻ്റെ അതിൻ്റെ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ഈ സുവിശേഷപ്രകാരമാണ് ന്യായവിധിക്ക് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സുവിശേഷപ്രകാരമാണ് ന്യായം വിധിക്കുന്നത്. അപ്പം നിങ്ങൾ നിരസിച്ച് കഴിഞ്ഞാൽ, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 17, 18, 19 തിരുവചനങ്ങൾ നമ്മൾ വായിച്ചതാണ് ന്യായവിധി എന്താണെന്നുള്ളത്. അപ്പോൾ ആ ന്യായവിധി പ്രകാരം പിന്നെ സുവിശേഷത്താൽ ന്യായം വിധിക്കുന്ന നോക്കിയല്ല, നമ്മൾ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ അവിടെയുണ്ട്, പല സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട് സുവിശേഷത്താൽ ന്യായം വിധിക്കുന്നത്. അതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ ആ കാര്യങ്ങളെ കാണുവാൻ തൊക്കെ ഇടയായിത്തീരും. അപ്പോൾ അതാണ് അതിനകത്ത് ആ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ യേശു 4-ാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ യേശു എന്ന പേര് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ദൈവം നൽകിയ പേരാണ്. യേശു എന്നുള്ള പേര് മനുഷ്യനിട്ട പേരല്ല, ദൈവമാണ് ആ പേര് നൽകിയത്. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21, ലൂക്കോസ് 1:31 എന്നൊക്കെ ആ തിരുവചനങ്ങളൊക്കെ കാണാം. അത് തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കുന്നവനാകൊണ്ട് തന്നെ അവിടുന്ന് ജനത്തിൽ തന്നെ യേശു രക്ഷകനാണ്. ഈ പേര് ദൈവം ഒരുവന് മാത്രമേ നൽകിയിട്ടുള്ളൂ.
ഈ പേര്, അതായത് യേശു എന്ന പേര് ദൈവം നൽകിയിരിക്കുന്നത് ഒരുവന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ മനുഷ്യൻ മാതാപിതാക്കൾ പലർക്കും ഈ പേരിട്ടിട്ടുണ്ട്. പക്ഷേ ഈ പേര് ദൈവം നൽകിയിരിക്കുന്നത് ഒരുവന് മാത്രമേ നൽകിയിട്ടുള്ളൂ. മറ്റാർക്കും യേശു എന്നുള്ള പേര് ദൈവം നൽകിയിട്ടില്ല. അത് കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമാണ് നൽകിയിരിക്കുന്നത്. മറിയ പ്രസവിച്ച അതായത് ഏകജാതനല്ല, നിത്യകന്യകയെന്ന് പല ക്രൈസ്തവ മതം പഠിപ്പിക്കുന്നുണ്ട്. മറിയ നിത്യകന്യകയാണ്. നിത്യകന്യകയല്ല, മറിയ യേശുവിന് ശേഷം യോസേപ്പിതാവിൽ നിന്നും 5 മക്കളെ പ്രസവിച്ചു. 6 7 എത്രയാണെങ്കിലും അത് 5 മക്കൾ, അതായത് 3-4 ആൺമക്കളെയും 2 പെൺമക്കളെയും മറിയ യോസഫിൽ നിന്നും പ്രസവിച്ചിരുന്നു. അതുകൊണ്ട് മറിയം നിത്യകന്യക എന്നുള്ള ഉപദേശം തെറ്റാണ്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാൻ, ദൈവിക സന്ദേശം ഈ ഗുഡ് ന്യൂസ് ഫോർ ഹെവനിലുണ്ട്. നിത്യകന്യക എന്നുള്ള ഉപദേശം ദുരുപദേശമാണ്. അത് ആ പഠിപ്പിക്കൽ തെറ്റാണെന്നുള്ള കൃത്യമായിട്ടുള്ള ദൈവവചന അടിസ്ഥാനത്തിലുള്ള ആ തിരുവചന ധ്യാനം ഈ ഗുഡ് ന്യൂസ് ഫോർ ഹെവൻ എന്നുള്ള സന്ദേശത്തിലുണ്ട്. അത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്താൽ മതി. അപ്പം ആദ്യജാതൻ, ഇവിടെ പറയുന്ന ആദ്യജാതനാണ്. മറിയ ആദ്യജാതനെ പ്രസവിച്ചു. പാപത്തിൽ നിന്നും ജനത്തിനെ മോചിപ്പിക്കുവാൻ നൽകുന്ന ഏക രക്ഷിതാവ് അവിടുന്ന് മാത്രമാണ്. അപ്പം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് പാപമില്ലാതെ ജനിച്ചവൻ. ആ പാപമില്ലാതെ ജനിച്ചവൻ മാത്രമാണ് ആ നിർമ്മലൻ. അതായത് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണുന്ന ദൈവത്തിലായിരിക്കും അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. 5 കോടതികളിൽ 6 പ്രാവശ്യം മാറി വിസ്തരിച്ചിട്ടും ആ ന്യായാധിപന്മാരെല്ലാം പറഞ്ഞു ഇവനിൽ ഒരു പാപവുമില്ല, ഇവനൊരു കുറ്റവും ചെയ്തിട്ടില്ല. യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ നേതൃത്വം കൊടുത്ത സഹസ്രാധിപൻ പറഞ്ഞു ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു, ഈ മനുഷ്യൻ പാപം ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ നിരവധി പേർ സാക്ഷ്യങ്ങളുണ്ട്. പിന്നെ ദൈവം പറഞ്ഞു, യോഹന്നാനിലൂടെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു, ദൂതന്മാർ, സ്വർഗീയ ദൂതന്മാർ പറഞ്ഞു. ഇവരുടെ എല്ലാ സാക്ഷ്യങ്ങളുണ്ട് യേശുക്രിസ്തുവിൽ പാപമില്ലായിരുന്നു എന്നുള്ളത്. യേശുക്രിസ്തു തന്നെ വെല്ലുവിളിച്ചു യഹൂദന്മാരെ. ആ കാലഘട്ടത്ത് സ്വന്തം ജനമായ യഹൂദന്മാരെയും ഇസ്രായേൽ ജനത്തെയും പുരോഹിതന്മാരെയും ന്യായശാസ്ത്രികളെയും മതപണ്ഡിതന്മാരെയും യേശുക്രിസ്തു തന്നെ വെല്ലുവിളിച്ചു. നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുവാൻ കഴിയുമെന്ന് യേശുക്രിസ്തു തന്നെ വെല്ലുവിളിച്ചു. കാര്യം അത്രയ്ക്ക് ദൃഢതയുണ്ടായിരുന്നു യേശുക്രിസ്തുവിന്. യേശുക്രിസ്തു പാപം ചെയ്തിട്ടില്ലെന്ന്. കാര്യം യേശുക്രിസ്തുവിന് പാപം ചെയ്യുവാൻ കഴിയത്തില്ല. കാര്യം പാപം ചെയ്താൽ താൻ വന്ന ഉദ്ദേശം നടക്കത്തില്ല. അല്ല, കാര്യം പാപിയായ ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയത്തില്ല. നമ്മൾ ഇന്ന് പാപമോചനത്തിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിന്തിച്ചായിരുന്നു. പാപമോചനത്തിൻ്റെ ഉറവിടം അത് കർത്താവായ യേശുക്രിസ്തുവാണ്. പാപമോചനത്തിൻ്റെ ഉറവിടം കർത്താവായ യേശുക്രിസ്തുവാണ്. അത് തൻ്റെ ശുശ്രൂഷ, അതായത് തൻ്റെ ഐഹിക കാലത്തിലെ 3.5 വർഷത്തെ ശുശ്രൂഷയുടെ പ്രഥമ വിഷയം തന്നെ ഇതായിരുന്നു, പാപമോചനമായിരുന്നു. അതിനാണ് താൻ ഈ ഭൂമിയിലേക്ക് വന്നത്, പാപമോചനം പ്രസംഗിക്കുവാൻ, നിത്യജീവൻ പ്രസംഗിക്കുവാൻ, ദൈവരാജ്യം പ്രസംഗിക്കുവാൻ. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഈ മാനസാന്തരപ്പെടുക എന്നുള്ളത് പാപമോചനം പ്രാപിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കാലം തികഞ്ഞു, അതായത് ഈ കൃപായുഗം തീരുവാൻ പോകുന്നു. രാജാതിരാജാവും കർത്താവും വീരനാം ദൈവവും അത്ഭുത മന്ത്രിയും നിത്യരാജാവുമായ ദൈവത്തിൻ്റെ രാജ്യം, കർത്താവ് ഭരിക്കുന്ന രാജ്യം 1000 ആണ്ട് വാഴ്ചയ്ക്കുള്ള കാലം തികഞ്ഞിരിക്കുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കാനുള്ള സമയം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം, പാപമോചനം പ്രാപിക്കണമെന്നാണ് കർത്താവ് ആ തിരുവചനത്തിലൂടെ പറയുന്നത്. എന്നിട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. പാപമോചനം പ്രാപിച്ചവൻ തൻ്റെ സ്വനിവാസം പോകാനായിട്ട് ദൈവം വ്യവസ്ഥ ചെയ്യുന്നില്ല. ആ പാപമോചനം പ്രാപിച്ചവൻ സുവിശേഷത്തിൽ വിശ്വസിക്കണം. അതായത് സുവിശേഷം എന്നുള്ളത് ക്രിസ്തുവാണ്, വചനം എന്നുള്ളത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കണം. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ള അതിൻ്റെ അർത്ഥം. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ പറഞ്ഞ വചനങ്ങൾ അനുസരിക്കും എന്നാ പറഞ്ഞത്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ പറഞ്ഞ വചനങ്ങൾ, കൽപ്പനകൾ അനുസരിക്കും എന്നാണ് കർത്താവ് തന്നെ പറഞ്ഞു. അപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു പറഞ്ഞ കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും വിധികളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതാണ് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ പറഞ്ഞതിൻ്റെ കാരണം. പാപമോചനമാണ് അവിടുത്തെ വിഷയം. പാപമോചനവും സ്വർഗരാജ്യവും
വിശ്വാസവും സുവിശേഷവും ക്രിസ്തുവും എല്ലാം ആ തിരുവചനത്തിലുണ്ട്. അപ്പോൾ പാപമോചനത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. ഈ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:23, 29, 35 ഈ തിരുവചന ഭാഗമുണ്ട്. ഈ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നുള്ള സാക്ഷ്യം. ഈ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. വേറെ ഏതൊരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നുണ്ട്? നിങ്ങളൊക്കെ ആയിരിക്കുന്ന മതങ്ങൾ, അതായത് അഭിപ്രായങ്ങൾ, ഈ മതങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നുണ്ട്? ഏക വ്യക്തിയെക്കുറിച്ചേ പറയുന്നുള്ളൂ. കർത്താവായ യേശുക്രിസ്തു എന്ന ഏക വ്യക്തിയെക്കുറിച്ച് ഈ ഒരു നിർവചനം പറയുന്നുള്ളൂ. ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമത്തിയ സന്ദർഭമാണ് ഗെത്സമനായിലെ പ്രാർത്ഥനാ സമയം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ രോമകൂപങ്ങളിൽ നിന്ന്, സുഷിരങ്ങളിൽ നിന്ന് രക്തം പുറപ്പെട്ടത് ആ സമയത്ത്. അങ്ങനെ പുറപ്പെടാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ പാപങ്ങൾ മുഴുവനും പിതാവായ ദൈവം ക്രിസ്തുവിൽ ചുമത്തിയ സമയമാണത്. ഈ വചനത്തിൻ്റെ നിവൃത്തീകരണമാണ്, ഈ പ്രവചനത്തിൻ്റെ നിവൃത്തീകരണമാണ് ഗെത്സമനാ തോട്ടത്തിൽ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന, യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് തലേ രാത്രിയിൽ സംഭവിക്കുന്ന കാര്യം. പെസഹ കഴിഞ്ഞുള്ള രാത്രിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. പെസഹ കഴിഞ്ഞുള്ള സമയത്ത് സംഭവിക്കുന്ന കാര്യമാണ് ഗെത്സമനായിലെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ യേശുക്രിസ്തുവിൻ്റെ രോമങ്ങളിൽ കൂടി വിയർപ്പിന് പകരം രക്തത്തുള്ളികൾ വീണെന്നവർ. അപ്പോൾ ആ അനുഭവം, ആ ശാരീരിക, മാനസിക, ആത്മീയ അനുഭവം ഉണ്ടായി. ആ വേദന അനുഭവം ഉണ്ടാകാൻ കാരണം ആ സമയത്താണ് പിതാവായ ദൈവം ലോകത്തിലെ ആദാം മുതൽ ഇനി അവസാനം ജനിക്കാനുള്ള കുഞ്ഞു വരെയുമുള്ള അവൻ്റെ സകല പാപങ്ങളുടെയും ശിക്ഷ യേശുക്രിസ്തുവിൻ്റെ മേൽ ചുമത്തുന്നത് ആ സമയത്താണ്. അന്നേരം അതുകൊണ്ടാണ് അങ്ങനെ അത്രയ്ക്ക് വേദന ആ ശരീരത്തിൽ, മനസ്സിലും പ്രാണനിലും ഒക്കെ അനുഭവിക്കാനിടയാത്തത്. അങ്ങനെയാണ് രക്തം പുറത്തു വരാം. ആ രക്തം പുറത്തു വന്ന അവസ്ഥ ഇന്നും ശാസ്ത്രത്തിന് അതിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണ് ആ മനുഷ്യൻ അനുഭവിച്ചതെന്ന് ഇന്നും പൂർണ്ണമായി ശാസ്ത്രത്തിന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അതിന് അതീതമാണ്. കാര്യം മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമാണ് ആ വേദന. ദൈവത്തിന് പാപത്തോടുള്ള മനോഭാവമാണ്. ദൈവം പാപത്തെ വെറുക്കുന്നു, അറയ്ക്കുന്നു, എന്നാൽ പാപിയെ ദൈവം സ്നേഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ ദൈവം തന്നെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചത്. അപ്പോൾ ദൈവത്തിന് പാപത്തോടുള്ള മനോഭാവമാണ്. അതുമുതൽ ഇങ്ങോട്ട് കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ച യാതനകൾ, ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അനുഭവിച്ച യാതനകൾ ആ സുവിശേഷത്തിൽ നമ്മൾ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, എന്തോ ഒരു ക്രൈസ്റ്റോ, ഞാൻ മറന്നുപോയി, അങ്ങനെ ഒരു സിനിമയുണ്ട്. വളരെ അതിൽ കുറേ അധികം ഭാഗങ്ങൾ, ഏതാണ്ട് ക്രിസ്തുയേശു അനുഭവിച്ച അതിൻ്റെ ഒരു 50% അതിനകത്ത് കാണിക്കുന്നുണ്ട്. ക്രൈസ്റ്റോ എന്താ, ഞാൻ ആ പേര് മറന്നു, ഒരു ഇംഗ്ലീഷ് സിനിമയാണ്, ഞാനത് കണ്ടതാണ്. അപ്പം പക്ഷേ ആ പേര് മറന്നുപോയി. അപ്പോൾ ആ സിനിമയിൽ അത് വളരെ അതിൻ്റെ അവർക്ക് മനുഷ്യന് തോന്നിയത്, ആ മനുഷ്യൻ്റെ ബുദ്ധിയിൽ തോന്നിയത്. പക്ഷെ അതൊന്നുമല്ല, അതിനേക്കാൾ 10 മടങ്ങാണ് യേശുക്രിസ്തു ആ സമയം മുതൽ, അതായത് ഗെത്സമനാ തോട്ടം മുതൽ കാൽവരിയിലെ ക്രൂശീകരണം വരെ 6 മണിക്കൂർ മരത്തിന്മേൽ തൂങ്ങിക്കിടന്നു. 3 ആണികളിൽ മരത്തിന്മേൽ തൂങ്ങിക്കിടന്നു. അപ്പോഴൊക്കെ അനുഭവിക്കുന്ന വേദന മനുഷ്യന് ചിന്തിക്കുവാൻ പറ്റാത്ത വേദന. അതെന്തിനു വേണ്ടിയാണ്? നാം ഓരോരുത്തരും നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറിയെന്ന് പറയുന്നത്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പാപങ്ങളെ ചുമന്ന് പാപമില്ലാത്ത മനുഷ്യനായ യേശുക്രിസ്തു ക്രൂശിന്മേൽ കയറി പാപത്തെ ചുമന്നൊഴിച്ചു. ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മളെ നീതീകരിക്കുവാൻ ആ പാപയാഗം ദൈവത്തിന് പ്രസാദകരമായി ആ ഊനമില്ലാത്ത യാഗം അർപ്പിച്ചു. ഇങ്ങനെയുള്ള വ്യക്തി കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഈ ഒരു പ്രവൃത്തി ചെയ്ത മറ്റ് ഏതൊരു വ്യക്തിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? ഇന്ന് ലോകത്തിലുള്ള ഏത് മതവിഭാഗങ്ങൾക്കും മതഗ്രന്ഥങ്ങൾക്കും ഇങ്ങനെ ഒരു വ്യക്തിയെ കാണിച്ചു തരാൻ പറ്റുമോ? ഒരു വ്യക്തിയുമില്ല. കാര്യം അതാണ് ഞങ്ങൾ പറയുന്നത്, ഇത് ദൈവത്തിൻ്റെ ഗ്രന്ഥമാണ്, ഇത് മതത്തിൻ്റെ ഗ്രന്ഥമല്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയായ സർവ്വ മനുഷ്യർക്കും ദൈവം നൽകിയിരിക്കുന്ന ഗ്രന്ഥമാണ്.
പാപവിമോചനത്തിന് വേണ്ടി, നിത്യജീവന് വേണ്ടി, സ്വർഗരാജ്യം പ്രാപിക്കുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിരപ്പ് പ്രാപിച്ച് ദൈവത്തോട് അടുത്ത് ചെല്ലുന്നതിന് വേണ്ടി, ഇമ്മാനുവേൽ എന്നുള്ള ദൈവിക അനുഭവം പ്രാപിക്കേണ്ടതിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഗ്രന്ഥമാണിത്. വിശുദ്ധ ഗ്രന്ഥമാണ്, വിശുദ്ധ വചനമാണ്. ഇതിൻ്റെ യഥാർത്ഥമായ കോപ്പി, അതായത് ഇതിൻ്റെ യഥാർത്ഥമായ എഴുത്ത് സ്വർഗത്തിൽ ഇരിക്കുകയാണ്. അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മതഗ്രന്ഥമല്ല. ക്രിസ്തുവിൻ്റെ ഈ മാർഗമെന്ന് പറയുന്ന ഇത് വിശ്വാസമാണ്, അനുഭവമാണിത്. ഇത് മതമല്ല, അഭിപ്രായമല്ല, ഇത് അനുഭവമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അനുഭവം, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അനുഭവം, പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയുടെ അനുഭവം, ആത്മീയ ബന്ധത്തിൻ്റെ അനുഭവം, ഇമ്മാനുവേൽ എന്നുള്ള ആ ദൈവിക അനുഭവത്തിൻ്റെ അനുഭവം, അതാണിത്. വീണ്ടും പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട് പ്രിയപ്പെട്ടവർ. കാര്യം, നിങ്ങൾ ഇന്ന് എത്രമാത്രം പീഡിപ്പിക്കുന്നു, ഈ ജനത്തെ എത്രമാത്രം പീഡിപ്പിക്കുന്നു. നിങ്ങളെ സഹായിക്കാൻ വന്ന, നിങ്ങളെ നിത്യജീവൻ നൽകാൻ വന്ന, നിങ്ങൾക്ക് നിത്യജീവനിലേക്ക് വഴികാട്ടാൻ വന്ന, വഴിയും സത്യവും ജീവനും പുനരുദ്ധാനവും ജീവനുമായ ക്രിസ്തുവേശുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ വന്ന ദൈവത്തിൻ്റെ ജനത്തെ, ദൈവത്തിൻ്റെ അഭിഷിക്തരെ, ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ സഭയെ നിങ്ങൾ എത്രമാത്രമാണ് പീഡിപ്പിക്കണമെന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കിയത്. പീഡകരായിട്ടുള്ളവരോടെ ഞാൻ പറയുന്നത്, പീഡിപ്പിക്കാത്തവരോടല്ല പറയുന്നത്. അപ്പോൾ ആ പ്രവൃത്തിയിൽ നിങ്ങൾ വിട്ടുപോയിട്ട് സത്യദൈവത്തെ അറിയും, നിങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവത്തെ അറിയും. ആ ദൈവത്തിനായിട്ട് നിങ്ങൾ ജീവിക്കും. ഈ ഭൂമിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഏറിയാൽ 70 വർഷം അല്ലെങ്കിൽ 80 വർഷമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ മരണമെന്ന ആ ഒരു ജനനത്തിലേക്ക്, നിത്യമായ ഒരു ജനനത്തിലേക്ക് പോവുകയാണ്. മരണം കൊണ്ട് മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുകയല്ല, അവൻ നിത്യമായ ജീവിതത്തിലേക്ക് കടക്കുന്ന ജനനമാണത്. മരണമെന്നതുള്ളത് അതൊരു ഉറക്കമാണ്. ആ ഉറക്കത്തിൻ്റെ അവസാനം നമ്മൾ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങി 10 മണിക്ക് അല്ലെങ്കിൽ 11 മണിക്ക് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് പോലെ തന്നെ ഈ മരണമെന്നുള്ളതൊരു ഉറക്കമാണ്. നമ്മൾ എഴുന്നേൽക്കുന്നത് നിത്യമായ ഒരു ജീവിതത്തിലേക്കാണ്, മരണാനന്തര ജീവിതത്തിലേക്കാണ്. അതിനെക്കുറിച്ച് മരണാനന്തര ജീവിതമുണ്ട്, അതായത് സ്വർഗരാജ്യമുണ്ട്, ദൈവരാജ്യമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, നരകരാജ്യമുണ്ട്, പിന്നെ ലോകരാജ്യം. നമ്മളിപ്പോൾ ആ ലോകത്തിലാണല്ലോ ജീവിക്കുന്നത്, ലോകരാജ്യം, ഭൂമിയിൽ ഭൗമിക രാജ്യമുണ്ടെന്നുള്ള നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ അതുപോലെ തന്നെ ഈ ഭൂമി, ഈ ലോകരാജ്യങ്ങളുണ്ട്, ഈ ഭൂമിയുണ്ട്, ഈ ഭൗമിക രാജ്യം ഉള്ളതുപോലെ തന്നെ നരകരാജ്യമുണ്ട്, അതുപോലെ തന്നെ സ്വർഗരാജ്യവുമുണ്ട്. അത് നമ്മൾ വളരെ സത്യമായ കാര്യമാണ്, അതിന് മാറ്റമില്ല. മരണാനന്തര ജീവിതമുണ്ട്. ഇതൊക്കെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ തെളിയിക്കുന്ന വീഡിയോ, ദൈവവചനത്തിൻ്റെ ആധികാരികതയിൽ ഇതൊക്കെ തെളിയിക്കുന്ന ദൈവവചന സന്ദേശങ്ങൾ ഈ വീഡിയോകളിൽ, എൻ്റെ ഈ ഗുഡ് ന്യൂസ് ഫോർ ഹെവൻ എന്നുള്ള വീഡിയോയിൽ പല വീഡിയോകളിലുമുണ്ട്. നിങ്ങളത് കാണുക, കേൾക്കുക. നിങ്ങളിപ്പോൾ ദൈവമില്ല എന്ന് നിങ്ങൾ പറയുന്ന നിരീശ്വരവാദികളും യുക്തിവാദികളും, അതുപോലെ സ്വർഗരാജ്യമില്ല, ദൈവരാജ്യമില്ല എന്നൊക്കെ, നരകരാജ്യമില്ല, അതൊക്കെ ഈ ഭൂമിയിൽ തന്നെയാണെന്ന് പറയുന്നവർ, അത് നിങ്ങളുടെ ആ ചിന്ത ബാലിശമാണ്, പോഷത്വമാണ്, വിഡ്ഢിത്തമാണ്, 100% വിഡ്ഢിത്തമാണ്. നിങ്ങൾ സത്യം അറിയുക. ദൈവരാജ്യമുണ്ട്, സ്വർഗരാജ്യമുണ്ട്, നരകരാജ്യമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. ഇത് നിങ്ങൾ വിശ്വസിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മരണം കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡുകൾക്കകം ഈ അനുഭവത്തിലേക്കാണ് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ സന്ദർഭോചിതമായിട്ട് വീണ്ടും അത് പറയേണ്ടി വന്നതേ ഉള്ളൂ. നിങ്ങൾക്കത് ഒന്നുകൂടി നിങ്ങളുടെ ചിന്തകൾ, ഈ ദൈവമില്ല, ദൈവരാജ്യമില്ല, മരണാനന്തര ജീവിതമില്ല, സ്വർഗരാജ്യമില്ല, നരകരാജ്യമില്ല, അതൊക്കെ ഭൂമിയിലാണെന്ന് വാദിക്കുകയും പഠിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർക്ക് അവരെ ഒന്നുകൂടി ഒന്ന് ഉണർത്തുവാൻ, ഒന്നുകൂടി ഒന്ന് ഉദ്യമിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ സ്വീകരിക്കുക പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പിതാവായ ദൈവം യേശുവിൻ്റെ ജനനത്തിൽ ദൈവദൂതന്മാരും അവിടുത്തെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ കർത്താവായ അവിടുത്തേക്ക് വഴി ഒരുക്കുന്നവൻ
ദൂതനായ യോഹന്നാൻ സ്നാപകനും പാപമോചനം ക്രിസ്തുവിലൂടെയാണെന്ന് പ്രഖ്യാപനം ചെയ്ത കർത്താവിനെ സമീപിച്ച ഏവർക്കും ആദ്യം അവിടുന്ന് നൽകിയത് പാപമോചനമാണ്. അതായത് ഈ വചനം ഞാനിപ്പോൾ വായിച്ചതൊക്കെ നല്ല തിരുവചനത്തിലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ചുരുക്കി ഞാൻ പറഞ്ഞതാണ്. അതായത് ഈ വായിച്ച ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വായിച്ച ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുന്ന ഭാഗങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 31-ാമത്തെ വാക്യം, ഉൽപ്പത്തി 3:15, ഉൽപ്പത്തി 3-ാം അധ്യായം 15-ാം തിരുവചനം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം. അപ്പോൾ ഈ തിരുവചനങ്ങളിൽ നിന്നുള്ള ഒക്കെയുള്ള അതിൻ്റെ സാരാംശം മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഈ തിരുവചനങ്ങളൊക്കെ നിങ്ങൾ വായിക്കുക. സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് അങ്ങനെ ഞാൻ ചുരുക്കി ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പാപമോചനത്തിനായിട്ടുള്ള കാര്യം നമുക്ക് നിത്യജീവൻ വേണമെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിക്കണം. ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് പാപമോചനം ലഭിക്കത്തില്ല, നിത്യജീവൻ ലഭിക്കത്തില്ല, പാപപരിഹാരം ലഭിക്കത്തില്ല, സ്വർഗരാജ്യം ലഭിക്കത്തില്ല. അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഈ വീണ്ടും ഞാൻ ഇത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നത്. അപ്പോൾ ഈ തിരുവചനങ്ങളൊക്കെ വായിക്കുക. മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. മാർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം. ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ ആർക്ക് കഴിയും? അതുപോലെ 2-ാം അധ്യായം 7-ാം വാക്യമാണ്. അതായത് അത് കഴിഞ്ഞുള്ള 7-ാം വാക്യം. ദൈവത്തിന് ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ മറ്റാർക്കും കഴിയും. അപ്പം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ താൻ ദൈവമാണെന്ന് തെളിയിക്കുന്ന തിരുവചന കാര്യം. അതുകൊണ്ടാണ് അത്ഭുതങ്ങൾ. കാര്യം പ്രകൃതിയുടെ മേൽ ദൈവത്തിന് അധികാരമുണ്ടായിരുന്നു. പ്രകൃതി ശക്തികളോട് ദൈവം ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ അത് കർത്താവ് ആജ്ഞാപിച്ചപ്പോൾ പ്രകൃതി ശക്തികൾ അനുസരിച്ചു. കാറ്റും കടലും പ്രകൃതി ശക്തികളെല്ലാം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ അനുസരണമുള്ളവരായി തീർന്നു. പിശാച് സാത്താൻ യേശുക്രിസ്തുവിനെ അനുസരിച്ചു. യേശുക്രിസ്തു കൽപ്പിച്ചപ്പോൾ വിട്ടുപോയി, മാറിപ്പോയി. അപ്പോൾ അത് ദൈവത്വത്തെയാണ് കാണിക്കുന്നത്. അതായത് പ്രകൃതിയാതീത അത്ഭുതങ്ങളെന്ന് പറഞ്ഞാൽ അത് യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ദൈവത്വത്തെയാണ് അത് കാണിക്കുന്നത്. ആ ദൈവത്വത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവം അത് ചെയ്തത്. ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് ചെയ്തത്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. യേശുക്രിസ്തുവിന് വിശന്നു, യേശുക്രിസ്തു കരഞ്ഞു, യേശുക്രിസ്തു മനസ്സു വേദനിച്ചു, യേശുക്രിസ്തുവിന് ആഹാരം കഴിച്ചു, യേശുക്രിസ്തു ഉറങ്ങി എന്നുള്ളതൊക്കെ എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ കാണിക്കുന്ന കാര്യമാണ്. ഇതൊന്നും ദൈവത്വത്തിലില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ദൈവത്വത്തിലില്ല. കാര്യം ദൈവത്വത്തിന് ഈ കാര്യങ്ങൾ വിശ്രമങ്ങളോ വിശപ്പോ ദാഹമോ ഉറക്കമോ ഒന്നുമില്ല, ദൈവത്വത്തിലില്ല. അപ്പോൾ യേശുക്രിസ്തു ഒരേ സമയത്ത് തന്നെ മനുഷ്യനും ദൈവവുമായിരുന്നെന്നും ആ മനുഷ്യവർഗത്തെ മുഴുവനും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അത്ഭുതങ്ങളും അടയാളങ്ങളും അതിശയങ്ങളും വിവിധ വീര്യപ്രവർത്തികളും പ്രകൃതിദാതീത അത്ഭുതങ്ങളും ഒക്കെ ചെയ്തത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തുവിൻ്റെ ആ മാനുഷിക സ്വഭാവങ്ങൾ വെളിപ്പെട്ടു വന്നത്. ഇത് തിരുവചനമാണ് ഞാൻ എൻ്റെ അഭിപ്രായമല്ല പറയുന്നത്, എൻ്റെ ആശയങ്ങളല്ല, തിരുവചനമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ യേശുവിനെ കർത്താവെന്ന്, കർത്തൃത്വം നടത്തുന്നതിനായി, യജമാനനായി, ഉടമസ്ഥനായി, ഭരണം നടത്തുന്നതിനായി, നേതാവായി, യജമാനനായി, നിയന്ത്രിക്കുന്നവനായി നിങ്ങൾ കർത്താവെന്ന് അംഗീകരിച്ച് യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക. ഈ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം നിങ്ങൾ ഏറ്റെടുക്കുക. ഈ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുക. ഈ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ഈ പറഞ്ഞ വചനങ്ങളെല്ലാം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറയുക. ദൈവത്തോട് ഉടമ്പടി ചെയ്യുക. പരിശുദ്ധാത്മാവിനാൽ ദൈവത്തോട് ഉടമ്പടി ചെയ്യുക. യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയാൽ ദൈവത്തോട് ഉടമ്പടി ചെയ്യുക. അങ്ങനെ നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കുക. നിങ്ങൾ ഓരോരുത്തരും നിത്യജീവൻ അവകാശികളായി തീരുക. പാപമോചനം, ക്രിസ്തുവേശുവിലൂടെയുള്ള പാപമോചനം പ്രാപിച്ച് ദൈവരാജ്യത്തിൽ അംഗമായി തീരുക. ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുക.
ക്രിസ്തുയേശുവിൻ്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ മതിയായതാകുന്നു. നിങ്ങളുടെ പാപം എത്ര കടുംചുമപ്പായിരുന്നാലും, നിങ്ങൾ എത്ര ഘോരമായ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും യേശുക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ മതിയായതാകുന്നു തിരുവചനം പറയുന്നു. ആകയാൽ ഈ തിരുവചനത്തിൽ വിശ്വസിച്ച്, വിശ്വാസത്താലാണിത്. നിങ്ങൾ ഒരു രൂപ മുടക്കണ്ട, ഒരു കർമാചാരങ്ങളും ചെയ്യണ്ട, ഒരു നേർച്ച കാഴ്ചകളും അർപ്പിക്കേണ്ട, ഒരു മലയും ചവിട്ടണ്ട, ഒരു ബലിയർപ്പണവും ചെയ്യണ്ട. ഈ തിരുവചനം വിശ്വസിച്ചാൽ മതി, വിശ്വസിച്ചേറ്റു പറഞ്ഞാൽ മതി. കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവന് ഒരു ശിക്ഷാവിധിയുമില്ല. ഇന്ന് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇങ്ങനെ നിരവധി വചനങ്ങളുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുവിനെ കൈക്കൊണ്ട്, യേശുവിനെ കർത്താവെന്ന് അധരം കൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ജീവപുസ്തകത്തിൽ നിൻ്റെ പേരെഴുതപ്പെടുവാൻ തക്കവണ്ണം ഇവിടെയായിത്തീരും. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയത്രേ. സുവിശേഷത്താൽ നിങ്ങളെ ന്യായം വിധിക്കുന്ന നാളിൽ. ആകയാൽ പ്രിയപ്പെട്ടവരെ, ആ ന്യായവിധിയിലേക്ക് ഒന്നും നിങ്ങൾ പോകാതെ നിത്യജീവന് നിങ്ങൾ അവകാശികളായി തീരുവാൻ ഈ ഗുഡ് ന്യൂസ് ഫോർ ഹെവൻ എന്ന ഈ സ്വർഗീയ സന്ദേശം, ഈ പാപവിമോചന സന്ദേശം, ഈ നിത്യജീവൻ്റെ സന്ദേശം നിങ്ങൾ കേൾക്കുക. നിങ്ങളിത് ഓപ്പൺ ചെയ്ത് ഇതിൽ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ വേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സ്വർഗീയ സന്ദേശങ്ങൾ ഈ ഗുഡ് ന്യൂസ് ഫോർ ഹെവൻ എന്ന ഈ ചാനലിലുണ്ട്. ആ സന്ദേശങ്ങൾ നിങ്ങൾ കാണുക, കേൾക്കുക, ദൈവമക്കളായിത്തീരുക. നിങ്ങളുടെ പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞിരിക്കുക. ഇന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ നിത്യത എവിടെ ആയിരിക്കുമെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ദൈവമായ കർത്താവ് നിങ്ങളെ അതിന് സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബോധ്യം വരുത്തട്ടെ. ദൈവമക്കളാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പാപമോചനം ലഭിക്കാൻ സഹായിക്കട്ടെ. ജീവപുസ്തകത്തിൽ നിങ്ങളുടെയും പേരെഴുതി ചേർക്കുവാൻ സഹായിക്കട്ടെ. നമുക്കൊന്നിച്ച് നിത്യതയിൽ ഒന്നിച്ച് നമ്മളെ സൃഷ്ടിച്ചവനായ ദൈവത്തോടൊന്നിച്ച് വസിക്കുവാൻ, ആനന്ദിക്കുവാൻ ഇടയായിത്തീരട്ടെ, കാണുവാൻ ഇടയായിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ഈ ദൈവിക സന്ദേശത്തെ, ഈ സ്വർഗീയ സന്ദേശത്തെ, ഗുഡ് ന്യൂസ് ഫോർ ഹെവൻ എന്ന ഈ സന്ദേശത്തെ ഇവിടെ ഉപസംഹരിക്കുന്നു. നാളെ നമുക്ക് മറ്റൊരു വിഷയവുമായി ഇതേ വിഷയത്തിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് കാണാം. ദൈവം അനുവദിച്ചാൽ, കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, തിരുനാമത്തിന് മഹത്വം. മാറാനാഥ കർത്താവായ യേശുവേ, വേഗം വരേണം.